നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ക്ലാസ് 9 മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ. അതിൽ ഉൾപ്പെടുന്ന പാഠം ഭക്ഷണവും ആരോഗ്യവും. ഹെലേന നോർബർ ഹോഡ്ജിന്റെ മലയാള വിവർത്തന ഗ്രന്ഥമാണ് MP പരമേശ്വരൻ തയ്യാറാക്കിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്നത്. അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രസ്തുത പാഠഭാഗം. നമുക്ക് ആദ്യമായിട്ട് പഠന പ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ. ലേഖനത്തിലെ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ചർച്ച ചെയ്യുക. ആഗോള ഭക്ഷ്യമാർക്കറ്റിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ കൂടുതലും കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തുന്നവയാണ്. ഇത്തരം ഭക്ഷ്യവസ്തുക്കളോടാണ് മനുഷ്യർക്ക് ഏറെ പ്രിയം. അതിനാൽ തന്നെ ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗവും കൂടുതലാണ്. ഉപഭോഗം, ഉപയോഗം. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്നതിന്റെ ഫലമായി മനുഷ്യർക്ക് പലതരം രോഗങ്ങൾ പിടിപെടുന്നു. രോഗികൾ ഉണ്ടായാൽ അതിന്റെ മെച്ചം ആശുപത്രികൾ സ്ഥാപിച്ചു നടത്തുന്ന ചികിത്സാ വ്യവസായികൾക്കാണ്. അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണെന്ന് സംശയലേശമന്യേ പറയാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം അല്ലേ? ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നത്? സ്വാനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ പരിശോധിക്കുക. ആഗോള ഭക്ഷ്യവിപണി ഭക്ഷ്യവിഭവങ്ങൾ കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് ആകർഷകമായ നിറത്തോടെയും അതീവ രുചിയോടെയും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു. ഇതിൽ ആകൃഷ്ടരായി കുട്ടികളും മുതിർന്നവരും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നു. അതീവ സ്വാദുള്ളതിനാൽ വീണ്ടും വീണ്ടും ഇത്തരം ആഹാരം കഴിക്കുന്നതിനാൽ നാം അറിയാതെ നമ്മിലേക്ക് പലതരം മാരക രോഗങ്ങൾ വന്നുചേരും. ഇന്ന് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ടുള്ള ആഹാരത്തിനോട് താല്പര്യമില്ല. പുറത്ത് ഹോട്ടലിൽ വിൽപ്പനയ്ക്കായി വച്ചിട്ടുള്ള കളറുകളും രാസവസ്തുക്കളും ചേർത്ത ഭക്ഷണം മതി. അത് കഴിക്കുന്നതിനാൽ കുട്ടികളിൽ പലർക്കും ഫുഡ് പോയ്സൺ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് സാധാരണമായ ഒരു കാഴ്ചയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. കേരളത്തിന്റെ ചക്ക, നമുക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ആ ചക്കപ്പഴം, ചക്ക, അതിനെ കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിന്റെ ചക്ക ജർമ്മനിയിലും ഹിറ്റ്. കേരളത്തിന്റെ ചക്ക ജർമ്മൻ മാധ്യമങ്ങളിൽ വൻ വാർത്തയായി മാറി. ജർമ്മനിയിലെ ട്രാവൽ വാരികയായ സ്റ്റെൽ ബുക്കാണ് നമ്മുടെ ചക്കയെ പറ്റിയുള്ള ആദ്യ വിവരണം ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചത്. ഇതോടെ മറ്റ് ജർമ്മൻ മാധ്യമങ്ങളിലും ചക്ക മാഹാത്മ്യം വാർത്തയായി. കേരളത്തിൽ നിന്നുള്ള ചക്ക പ്രകൃതിദത്ത ഇനത്തിൽ പെട്ടതാണെന്ന് ജർമ്മൻ വാരിക പ്രത്യേകം എടുത്തു പറയുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നോക്കൂ. അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. വാർത്ത ചക്കയെക്കുറിച്ചുള്ള ജർമ്മനിയിൽ വന്ന വാർത്തയും പാഠസന്ദർഭവും ശ്രദ്ധിച്ചല്ലോ.
നമ്മുടെ നാട്ടിലെ തനത് വിഭവങ്ങൾക്ക് വലിയ സാധ്യതകൾ ലോകമെമ്പാടുമുണ്ട്. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നത് വഴി നമ്മുടെ നാടിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? കണ്ടെത്തി അവതരിപ്പിക്കുക. ഇതാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ചക്ക കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ്. വലിപ്പത്തിൽ മാത്രമല്ല, സ്വാദിലും ഗുണത്തിലും മുന്നിൽ തന്നെയാണ് നമ്മുടെ ചക്ക. പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ഉതകുന്ന ധാരാളം ഗുണങ്ങൾ ചക്കയ്ക്കുണ്ട്. ചക്കയുടെ എല്ലാ ഭാഗങ്ങളും പ്രയോജനപ്രദമാണ്. അതിനാൽ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് നമ്മൾ പറയുന്നത് പോലെ ചക്കയെ കൽപ്പഫലം എന്നും വിളിക്കാം. ചക്കയുടെ ഗുണം വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു. പല വിദേശ രാജ്യങ്ങളിലും ചക്ക പ്രാധാന്യമേറിയ ഫലമാണ്. ഉദാഹരണത്തിന് ജർമ്മൻ ട്രാവൽ വാരികയായ സ്റ്റെൽബുക്കിൽ ചക്കയെക്കുറിച്ചുള്ള വിവരണം ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ ഈ ഫലത്തിന് അത് അർഹിക്കുന്ന സ്ഥാനം നൽകുന്നില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്ലാവുകളുണ്ട്. അതിൽ നിറയെ ചക്കകളും. ഈ ചക്കകൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ നശിച്ചു പോകുന്ന അവസ്ഥ മാറ്റുകയും അവയെ വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്താൽ നമ്മുടെ കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നു മാത്രമല്ല, പ്രാദേശിക വിപണികളുടെ വളർച്ചയ്ക്കും അത് വഴിതെളിക്കും. കഴിഞ്ഞില്ല, ഇതുകൂടി ഒന്ന് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഓരോ സീസൺ അനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചക്കയുടെയും മാങ്ങയുടെയും കാലമായാൽ എവിടെ നോക്കിയാലും ചക്കയും മാങ്ങയും തന്നെ. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഇത്തരം വിഭവങ്ങൾ പോഷക ഗുണവും നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമവുമാണ്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രദേശം ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. പ്രദേശം പ്രാദേശികം, വ്യവസായം വ്യവസായികം, കൃഷി കാർഷികം. ഇതാ 3 വാക്കുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുന്നു, മുകളിൽ നൽകിയിരിക്കുന്ന പദജോഡികളുടെ പ്രത്യേകത എന്താണ്? ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. നമുക്കൊന്ന് നോക്കാം അല്ലേ? എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തിനാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഏതിന്റെയെങ്കിലും പേരായ ശബ്ദം, അതാണ് നാമം. ഒരു നാമത്തിൽ നിന്ന് അല്ലെങ്കിൽ നാമങ്ങളിൽ നിന്നും നാമത്തെ സംബന്ധിച്ച അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു നാമത്തിൽ നിന്നും ആ നാമത്തിന്റെ അർത്ഥം വരുന്ന മറ്റൊരു പദം. ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് 3 പദങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പ്രദേശം. അതൊരു സ്ഥലമാണ്. പ്രദേശം, നമ്മളെ സ്ഥലത്തിനാണല്ലോ പ്രദേശം എന്ന് പറയുക. അതിന്റെ ആ പ്രദേശം എന്ന നാമത്തിൽ നിന്നും ഉണ്ടാകുന്ന അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് പ്രാദേശികം. അതിന്റെ അർത്ഥം എന്താണ്? സ്ഥലത്തെ സംബന്ധിച്ചത്. ഇപ്പൊ പ്രദേശം എന്നതിന്റെ അർത്ഥം സ്ഥലം എന്നാണ്. അതിൽ നിന്നുണ്ടായ മറ്റൊരു പദമായ പ്രാദേശികം എന്ന പദത്തിന്റെ അർത്ഥം സ്ഥലം എന്ന് തന്നെയാണ്. ഇവിടെ പ്രദേശം എന്ന പദം നാമമാണ്. പ്രദേശം എന്ന നാമത്തിൽ നിന്നും ഉണ്ടായ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് പ്രാദേശികം. അപ്പൊ മനസ്സിലായല്ലോ? വ്യവസായം വ്യാവസായികം. അപ്പൊ വ്യവസായം എന്നത് കച്ചവടം എന്ന് നമുക്ക് അർത്ഥമാക്കാം. ആ വ്യവസായത്തിന്റെ എന്ന പദത്തിൽ നിന്നും ഉണ്ടാകുന്ന അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് വ്യാവസായികം, കച്ചവടത്തെ സംബന്ധിച്ചത്. കൃഷി കാർഷികം, കൃഷിയെ സംബന്ധിച്ചത്.
നമുക്ക് കൂടുതൽ പദങ്ങളൊന്ന് നോക്കാം. വിദേശം, വൈദേശികം. സമ്പത്ത്, സാമ്പത്തികം. വിചിത്രം, വൈചിത്ര്യം. ഭീഷണം, ധൈഷണികം. നിമിഷം, നൈമിഷികം. ഇങ്ങനെ അനേകം പദങ്ങൾ നമുക്ക് ഒരു നാമപദത്തിൽ നിന്നും ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ രൂപപ്പെടുത്തുന്ന രണ്ടാമത്തെ പദത്തിന് ആദ്യത്തെ നാമപദത്തിന്റെ അതേ അർത്ഥം തന്നെയായിരിക്കും. അടുത്തതായിട്ട് ഇതാ, വിളകളുടെ പോഷക മൂല്യമല്ല, ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. മുകളിൽ നൽകിയ വാക്യം അടിവരയിട്ട പദത്തിൽ ആരംഭിക്കുന്ന വിധത്തിൽ അർത്ഥവ്യത്യാസം വരാതെ മാറ്റി എഴുതുക. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതായത് അടിയിൽ വരച്ചിരിക്കുന്ന പദം, ഞാനിവിടെ അടിയിൽ വരച്ചിട്ടില്ല കേട്ടോ, അടിയിൽ വരച്ചിരിക്കുന്ന പദം ദൃശ്യചാരുത എന്നതാണ് കേട്ടോ. ദൃശ്യചാരുത അത് ആദ്യം വരണം. അപ്പോൾ എങ്ങനെയാണ് അത് മാറ്റി എഴുതുക? അർത്ഥത്തിന് മാറ്റവും വരാൻ പാടില്ല. ദൃശ്യചാരുതയാണ് വിളകളുടെ പോഷക മൂല്യത്തെക്കാൾ ഏറെ പ്രധാനം. മനസ്സിലായല്ലോ? അടുത്തത്, ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ലഘുലേഖ തയ്യാറാക്കുക. ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയം ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം, മറ്റൊന്ന് എല്ലാവർക്കും ഭക്ഷണം. ഉത്തരം ഒന്ന് നോക്കാം. കൃഷിയായിരുന്നു പണ്ട് നമ്മുടെ അടിസ്ഥാന തൊഴിൽ. കൃഷി ഉൽപ്പന്നങ്ങൾ അന്ന് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉപയോഗിച്ചു. ഓരോരുത്തരുടെയും തൊടികളിൽ അതിനുള്ള സൗകര്യവും അധ്വാനിക്കാനുള്ള മനസ്സും അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഗുണസമ്പുഷ്ടവും വിഷരഹിതവുമായ ഭക്ഷ്യവിഭവങ്ങൾ അന്നത്തെ ജനങ്ങളെ ആരോഗ്യമുള്ളവരാക്കി. തൊടി എന്നാൽ പറമ്പ് എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. എന്നാൽ ഇന്നാകട്ടെ ഭക്ഷ്യവിഭവങ്ങൾക്കായി നാം അയൽ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. രാസവളങ്ങളും കീടനാശിനികളും അധികമായി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ നമ്മൾ ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. നാം ഉൾപ്പെടുന്ന നമ്മുടെ തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം കൂടിയേ തീരൂ. അതിനായി നമ്മുടെ നാട്ടിലെ ഓരോ സീസണുകളിലും ഉണ്ടാകുന്ന വിഭവങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത വിഭവങ്ങളാക്കുക. കൂടാതെ ഓരോ വീടിനും ആവശ്യമായ പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിലൂടെ കൃഷി ചെയ്യുക. വിഷരഹിതമായ ആഹാരമാണ് നമ്മുടെ സമ്പത്ത്. യുവതലമുറയുടെ ഭക്ഷണശീലങ്ങൾ വലിയ ആപത്തിലേക്ക് എത്തിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആശുപത്രികൾ കൂണുകൾ പോലെ മുളയ്ക്കുന്നതും അവിടെയെല്ലാമുള്ള ജനത്തിരക്കും തെറ്റായ ഭക്ഷണക്രമത്തിന്റെ ഫലങ്ങളാണ്. ദാരിദ്ര്യമില്ലാത്ത ജനത നമ്മുടെ നാടിന്റെ സ്വപ്നമാണ്. എല്ലാവർക്കും വിശപ്പ് മാറും വിധം ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. പൂർണ്ണമായും ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും പണ്ട് കാലത്തെ അപേക്ഷിച്ച് ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എല്ലാവർക്കും ഭക്ഷണം എന്നതും ആരോഗ്യമുള്ള ജനത എന്നതും കൈവരിക്കാൻ നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ സാധിക്കും. അതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. നല്ല ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുക. ഇതായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്തയും പ്രവൃത്തിയും. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ കാതലായ മാറ്റമുണ്ടായി.
പുതുതലമുറ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ താല്പര്യം കാണിക്കുന്നു. ഇന്നത്തെ പല ഭക്ഷണ പദാർത്ഥങ്ങളും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. 3 വാക്യങ്ങളാണ് നമുക്കിവിടെ പാഠഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വാക്യങ്ങൾ അടിസ്ഥാനമാക്കി നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിച്ച് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഭക്ഷണ രീതിയിൽ ഫാസ്റ്റ് ഫുഡിന് അമിത സ്വാധീനമാണുള്ളത്. ആരോഗ്യകരമായ നാടൻ ഭക്ഷണക്രമത്തെ അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് വളർന്നിരിക്കുന്നു. ആഗോളവൽക്കരണത്തോടെ അന്താരാഷ്ട്ര ഭക്ഷ്യ ശൃംഖലകളുടെ ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാട് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവുമായി മലയാളികൾ അടുക്കുകയും ഇത്തരം ഭക്ഷണത്തിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്തു. നഗരവൽക്കരണവും അണുകുടുംബ സംവിധാനവും കുടുംബങ്ങളുടെ സാമ്പത്തിക ശേഷിയിലുണ്ടായ വർധനവും ജോലി തിരക്കും ഫാസ്റ്റ് ഫുഡ് സംവിധാനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഭക്ഷണ വിതരണത്തിൽ ഓൺലൈൻ വിതരണ ശൃംഖലയുടെ ആവിർഭാവത്തോടെ മലയാളികൾ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ഭക്ഷണം വരുത്തി കഴിക്കുന്ന ശീലം കൂടിയിരിക്കുന്നു. വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന തനത് ഭക്ഷണ രീതിയിൽ നിന്നും മാറി പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് തീന്മേശ നിറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കേരള സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഭക്ഷ്യവസ്തുക്കളിൽ സ്വാദിനും നിറത്തിനും മണത്തിനുമൊക്കെയായി ഒട്ടേറെ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതും ആയത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അറിഞ്ഞിട്ടും അത്തരം ഭക്ഷണത്തിൽ ആകൃഷ്ടരായി തുടരെ അവ കഴിക്കുകയാണ് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം. വീട്ടിലുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് പോലും പ്രിയമല്ലാതായിരിക്കുന്നു. ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന അറേബ്യൻ ഫുഡിന്റെ മാന്ത്രിക വലയത്തിലാണ് മലയാളികൾ. അത്തരം ഭക്ഷണം നൽകുന്ന സ്ഥലങ്ങളിൽ ക്യൂ നിന്ന് വേണം അവ വാങ്ങിക്കുവാൻ എന്ന അവസ്ഥയായിരിക്കുന്നു. മലയാളിയുടെ പുതുതലമുറയുടെ മാറിയ ഭക്ഷണശീലങ്ങൾ ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതും അകാലത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നതുമായ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനാൽ ബുദ്ധിപൂർവം ചിന്തിച്ച് ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ആഹാരശീലങ്ങൾ ഉപേക്ഷിച്ച് തനത് നാടൻ രീതി, വീട്ടിൽ സ്നേഹമയിയായ അമ്മയുണ്ടാക്കുന്ന ആഹാരം അത് കഴിച്ച് നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി നമുക്ക് ഭക്ഷ്യമേള ഒന്ന് നടത്തി നോക്കാം. ഭക്ഷ്യമേളകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓണമൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും പായസമേളകൾ നടത്താറുണ്ട്. വിവിധ തരം പായസമേളകൾ. പിന്നെ ചക്കയുടെയൊക്കെ കാലമാകുമ്പോൾ ചക്ക കൊണ്ടുണ്ടാക്കുന്ന വിവിധ തരം ആഹാര പദാർത്ഥങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളകളും സാധാരണയായി നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷ്യമേള നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഭക്ഷ്യമേളയ്ക്ക് ഉൾപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഭക്ഷണ സാധനങ്ങളാണ്. അതൊക്കെ ഉൾപ്പെടുത്തി സ്കൂളിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാദേശികമായി ലഭ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കുക. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്,
അതിനെന്തൊക്കെ വേണം, അതിന്റെ രീതികൾ എന്താണ് എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. വിദ്യാലയങ്ങളിൽ ഭക്ഷ്യമേളകൾ നടത്തുമ്പോൾ അധ്യാപകർ, രക്ഷകർത്താക്കൾ, കുട്ടികൾ ഈ 3 കൂട്ടരുടെയും കൂട്ടായ സഹകരണം കൂടിയേ തീരൂ. നമ്മുടെ വീട്ടിലും നാട്ടിലുമെല്ലാമുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിച്ച് അവ കൊണ്ടുള്ള മേളയാണ് സംഘടിപ്പിക്കേണ്ടത്. ഇത്തരം വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും നാടിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കും എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇത്തരം ഭക്ഷ്യമേളയുടെ ഉദ്ദേശ്യം. കുട്ടികൾ അവരുടെ കഴിവനുസരിച്ച് സ്വയമായിട്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സഹായത്താലോ വിഭവങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഇവ മേളയിൽ നിരനിരയായി വെക്കണം. ഓരോ വിഭവത്തിന്റെ പേരും അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന ചെറിയൊരു കുറിപ്പും വയ്ക്കേണ്ടതാണ്. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന, നിങ്ങൾ കുട്ടികൾ തന്നെ വേണമെന്നില്ല, മുതിർന്നവർ ഉണ്ടാക്കി തരുന്നതായാലും മതി. പക്ഷെ നാടൻ വിഭവങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സ്കൂളിൽ അത് ആ മേള നടക്കുന്ന ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണ വസ്തുക്കൾ നിരനിരയായിട്ട് അങ്ങനെ വെക്കണം. അതിലൊരു നമ്മൾ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിന്റെ പേരും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന കുറിപ്പും ചെറുതായിട്ടൊന്ന് വെക്കണം. ഞാൻ ഏതാനും നാടൻ വിഭവങ്ങളുടെ പേരുകൾ പറയാം. നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന വസ്തുക്കൾ. മുരിങ്ങയില ഒരുപാട് ഔഷധ ഗുണമുള്ളതാണല്ലോ, അതുകൊണ്ടുള്ള തോരൻ, മുരിങ്ങയില കറി വെക്കാം. പിന്നെ വാഴക്കൂമ്പ് തോരൻ, ഞങ്ങളുടെ ഇവിടെ കൊടപ്പൻ എന്ന് പറയും, വാഴക്കൊടപ്പൻ. വാഴയുടെ പിണ്ടി, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം, ഔഷധ ഗുണമുള്ള ഒന്നാണത്. പച്ചമാങ്ങകൾ ഉണ്ടായാൽ ഇഷ്ടം പോലെ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും എന്ത് സ്വാദുള്ളതാണല്ലേ. ഇതുപോലെ ഒരുപാട് നാടൻ വിഭവങ്ങളുണ്ട്. ഞാൻ ഏതാനും നാടൻ വിഭവങ്ങളുടെ പേര് മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതിലൊരെണ്ണം, അതായത് പച്ചമാങ്ങയുടെ പിന്നെ അത് കൂടാതെ നമുക്ക് അച്ചാറുകൾ ഉണ്ടാക്കാം കേട്ടോ. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അങ്ങനെ നാട്ടിൽ കിട്ടുന്ന എന്തും, പപ്പായ, വാഴപ്പിണ്ടി, അങ്ങനെ പലതും, അതെല്ലാം കൊണ്ട് നമുക്ക് അച്ചാറുകൾ ഉണ്ടാക്കാം. അപ്പോ അതും പ്രദർശനത്തിന് വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വിഭവം ഉണ്ടാക്കുന്നതിന്റെ ഒരു കുറിപ്പ് തരാം. പച്ചമാങ്ങയാണ് കേട്ടോ, പച്ചമാങ്ങയുടെ ജ്യൂസ്. പച്ചമാങ്ങ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമല്ലോ മാങ്ങാക്കാലം ആയാൽ. അതിന് പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം. പച്ചമാങ്ങ ഒരു 2 എണ്ണം എടുക്കുക. പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, ഏലക്കായ 2 എണ്ണം. പച്ചമാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു മിക്സിയുടെ ജാറിൽ മാങ്ങയുടെ കഷ്ണങ്ങളും പഞ്ചസാരയും കുറച്ച് വെള്ളവും ഏലക്കായയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. തുടർന്ന് ഒരു ഗ്ലാസ്സിലേക്ക് അരിപ്പയിൽ അരിച്ചെടുക്കുക. തണുപ്പ് വേണ്ടവർ 2 പീസ് ഐസ് ക്യൂബ് കൂടി ഇടുക. തണുപ്പ് വേണമെങ്കിൽ മതി കേട്ടോ. എളുപ്പത്തിലും സ്വാദിലുമുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇതാ റെഡി ആയിരിക്കുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്ത് സ്വാദാണെന്നോ. വളരെ എളുപ്പമാണ്, അധികം വിഭവങ്ങളും വേണ്ട. പിന്നെ നമുക്ക് ഇനി ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുമ്പോൾ, സ്കൂളിൽ ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ അതിന് പോസ്റ്റർ വേണം, നോട്ടീസ് വേണം. ചില സ്ഥലത്താണെങ്കിൽ അനൗൺസ്മെന്റും ഉണ്ടാകും. ഞാനിവിടെ ഒരു പോസ്റ്റർ മാത്രം നിങ്ങൾക്ക് നൽകാം. അതിന്റെ ഒരു മാതൃക മാത്രമാണ് നൽകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിൽ, നിങ്ങളിൽ പലരും നല്ല വരയ്ക്കാൻ കഴിയുന്ന കലാകാരന്മാരൊക്കെ ഉണ്ടാകും. അവർക്ക് അവരുടെ ആ കഴിവനുസരിച്ച് ഈ പോസ്റ്ററിനെ വളരെ ഭംഗിയുള്ളതാക്കാം, ചാരുതയുള്ളതാക്കാം. അപ്പൊ ഞാനിവിടെ അതിന്റെ ഒരു മാതൃക തരാം, ശ്രദ്ധിക്കൂ. ഭക്ഷ്യമേള പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്ററിന്റെ ആദ്യം നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം എന്നൊരു തലക്കെട്ട് കൊടുക്കുന്നു. ഭക്ഷ്യമേള നാടൻ വിഭവങ്ങൾ മാത്രം. പ്രദർശനം വിഭവങ്ങൾ പരിചയപ്പെടുത്തൽ, ബോധവൽക്കരണം. 2025 ഫെബ്രുവരി 20. സമയം 10:30 AM. സ്ഥലം മുത്തോട്ടുകുന്നം ഹൈസ്കൂൾ ആണ്. അതിന്റെ താഴെ എല്ലാവർക്കും സ്വാഗതം. ഇത്രയുമാണ് പോസ്റ്ററിൽ വേണ്ടത് കേട്ടോ. നമ്മൾ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ഇതാ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇനിയും ടെക്സ്റ്റ് ബുക്കിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി നിങ്ങൾക്ക് നൽകാം.
ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് വ്യക്തമാകും. ഏതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ആഗോള ഭക്ഷ്യ വ്യവസ്ഥയുമായി. അടുത്തത്, ആഗോള ഭക്ഷ്യ വ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലേഖകൻ പറയുന്ന ആ ലക്ഷ്യം എന്ത്? ആഗോള ചികിത്സാ വ്യവസായികൾക്ക് രോഗികളെ ഉണ്ടാക്കി കൊടുക്കുക. അതും ഒരു വൺ വേർഡ് ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ എന്തുകൊണ്ടും അഭികാമ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ കൂടുതലും ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി സംസ്കാരത്തിലേക്ക് നയിക്കും. കൂടാതെ ആരോഗ്യപ്രദമായ ഭക്ഷണം ലഭ്യമാകുകയും ചെയ്യും. അടുത്തത്, പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥയുടെ പ്രധാന ഗുണമെന്ത്? ഉത്തരം പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ആഗോള ഭക്ഷ്യ വ്യവസ്ഥയിൽ നിന്ന് പുതുമ നശിക്കാതെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പ്രാദേശികമായി ലഭിക്കുന്നവയെ അപേക്ഷിച്ച് പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ ഗുണമേന്മ കുറഞ്ഞവയായിരിക്കും. ഉദാഹരണം സഹിതം സമർത്ഥിക്കുക. ഉത്തരം, ആഗോള ഭക്ഷ്യ വ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തുക. തക്കാളി പച്ചയായിരിക്കുമ്പോഴാണ് ഇറുത്തെടുക്കുന്നത്. തുടർന്ന് പച്ചത്തക്കാളി നിറച്ച മുറിയിലേക്ക് എഥിലീൻ വാതകം പമ്പ് ചെയ്ത് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്നു. നല്ല പഴുത്ത തക്കാളി ഇറുത്തെടുത്ത് അന്ന് തന്നെ ഉപയോഗിക്കുന്നതിനെ അപേക്ഷിച്ച് കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത തക്കാളിക്ക് രുചിയും പോഷക ഗുണവും നന്നേ കുറവായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വിളകളുടെ പോഷകമൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് ചില തെറ്റായ ധാരണകൾ ഉപഭോക്താക്കൾക്ക് ഉണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി വിറ്റുപോകുന്നതിനായി അത് വിൽക്കുന്നവർ പരസ്യങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്നു. പരസ്യത്തിലെ സൗന്ദര്യം മനസ്സിനെ മയക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ വില കൊടുത്ത് അവ വാങ്ങിക്കൂട്ടുകയാണ് മനുഷ്യർ. നല്ല നിറമുള്ളതും ഭംഗിയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കളാണ് മേന്മയേറിയത് എന്ന ചിന്താഗതിയാണ് നമുക്കുള്ളത്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിപ്പമോ നിറമോ അല്ല, ഗുണത്തിലാണ് കാര്യം എന്നോർക്കുക. മറ്റൊരു ചോദ്യം. അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് അജ്ഞത മൂലമാണ് വിധി എഴുതുന്നത്. ഏതുതരം ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചാണ് ലേഖകൻ പറയുന്നത്? അതിന്റെ ഗുണമേന്മ വ്യക്തമാക്കുക. മണ്ണിന് ജീവനുണ്ട്. കൂടാതെ മണ്ണിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികൾ ഉള്ളതിനാൽ അവ ഭക്ഷ്യവസ്തുക്കളിൽ ചെറിയ പാടുകൾ ഉണ്ടാക്കുന്നു. അത്തരം ഭക്ഷ്യവസ്തുക്കൾ മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരു പാടുപോലും വീഴാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് സ്വാദിലും ഗുണത്തിലും മെച്ചപ്പെട്ടത് സൂക്ഷ്മജീവികളോ പക്ഷികളോ മൂലം ചെറുപാടുകൾ വന്ന ഭക്ഷ്യവസ്തുക്കളായിരിക്കും. പാഠവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.